ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് മുത്തുമണി കൊഴുക്കട്ട അഥവാ ബീട്രൂട്ട് കൊഴുക്കട്ട, എനർജി ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ വിളിക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് നിങ്ങളെ ഇന്ന് കാണിച്ചു തരുന്നത്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ബീട്രൂട്ട് നമുക്കറിയാമല്ലോ, അതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. അതുപോലെ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. പല മിനറൽസും ഈ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ട്. സോഡിയം, കാൽസ്യം, അയൺ എന്നിങ്ങനെ പല ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ BP കൺട്രോൾ ചെയ്ത് നിർത്താവുന്നതാണ് ഇത് കഴിച്ചാൽ. അതുപോലെ തന്നെ ഫാറ്റി ലിവർ കുറയ്ക്കുവാനും അതുള്ളവർക്ക് കുറയ്ക്കുവാനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് നമ്മൾക്ക് ജ്യൂസായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ബീട്രൂട്ട് വൈനൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ടല്ലേ, അതുപോലെ എല്ലാ ദിവസവും ഇതുപോലെ ബീട്രൂട്ട് തോരനുണ്ടാക്കി കഴിക്കുക, അതുപോലെ ജ്യൂസാക്കി കഴിക്കുക, ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ബ്ലഡ് ഉണ്ടാകാനായിട്ട് വളരെ നല്ലതാണ് ഈ ബീട്രൂട്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇല, നമ്മൾ വടക്കേ ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ ഇതിൻ്റെ ഇല കിട്ടും, നമ്മൾക്ക് അവൈലബിൾ അല്ല. ഈ ഇല തോരൻ വെച്ച് കഴിക്കുന്നത് ബീട്രൂട്ടിനെക്കാട്ടി ഒത്തിരി നല്ലതാണ്. അപ്പം ഞാൻ ഇന്ന് എന്താണ് ഉണ്ടാക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. അതിനായിട്ട് ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഇതുപോലെ മുറിച്ചതിന് ശേഷം നമ്മൾക്ക് ഇങ്ങനെയാണല്ലോ ഇത്ര ഇല ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ തണ്ട് ഞാനങ്ങ് മുറിച്ച് കളഞ്ഞു. അതിനുശേഷം നമ്മൾക്കൊരു കത്തി കൊണ്ടോ പീലർ കൊണ്ടോ ഒക്കെ അതിൻ്റെ ആ മേളിലുള്ള അതിൻ്റെ ആ പുറന്തൊണ്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. തൊണ്ട് നീക്കിക്കളഞ്ഞതിന് ശേഷം നമ്മൾക്ക് അത് ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. വലുതായിട്ട് അരിഞ്ഞാൽ നമുക്ക് മിക്സിയിലിട്ടാൽ നന്നായിട്ട് അരിഞ്ഞ് കിട്ടത്തില്ല അല്ലേ, അത് ഇങ്ങനെ കട്ടകളായിട്ട് കിടക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ചെറുതായിട്ട് ഞാൻ അരിഞ്ഞതിന് ശേഷം ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരണം. അപ്പോൾ അത് മുഴുവൻ ഞാൻ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ് വേണ്ടത്. ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. ഗോതമ്പ് പൊടി ഇട്ടതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാൻ പോവുകയാണ്. ഉപ്പിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടും കൂടി അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നമുക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. ഇനി നമ്മൾക്ക് ഇത് കുഴയ്ക്കുമ്പോൾ ഡ്രൈ ആയി പോവുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ വെള്ളം ആ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് കഴുകി ഇതിനകത്തേക്ക് ഒഴിക്കാം. നമ്മൾ ഗോതമ്പ് പൊടിയിൽ കുഴയ്ക്കുമ്പോൾ ഡ്രൈ ആയി പോവുകയാണെങ്കിൽ, ഇനി അഥവാ ലൂസായി പോവുകയാണെങ്കിൽ നമ്മൾ ബീട്രൂട്ടിൻ്റെ ഇട്ട് കുഴയ്ക്കുമ്പോഴത്ത് ഒത്തിരി ജ്യൂസ് ഉണ്ടാകുമല്ലോ, അതിട്ട് കുഴയ്ക്കുമ്പോൾ ലൂസായി പോവുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കണം. അങ്ങനെ ഞാൻ ഏതായാലും നല്ല പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കും പോലെ നമ്മൾക്ക് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഒത്തിരി കുഴയ്ക്കൊന്നും വേണ്ട, നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. എല്ലാം കൂടി ഒന്ന് യോജിച്ച് നമ്മൾ കുഴച്ച് കിട്ടണം. അങ്ങനെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു സ്റ്റീമർ എടുത്തിട്ടുണ്ട്. ഒരു ഇഡ്ഡലി പാത്രത്തിനുള്ളിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് സ്റ്റീമർ വെച്ചു. ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കി നമുക്ക് അതിലേക്ക് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് തന്നെ ഞാൻ ഇതുപോലെ ചെറിയ കയ്യിൽ വെച്ച് ചെറുതായിട്ട് ഉരുട്ടി എടുക്കുകയാണ്. നമ്മൾക്ക് ബീട്രൂട്ട് പല രീതിയിലും കഴിക്കാം. ഇതുപോലെ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിൽ ഇത് വളരെ നല്ലതാണ്. അവർക്ക് ബീട്രൂട്ട് തോരനൊക്കെ വെച്ച് കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഇതുപോലെയൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കി അവർക്ക് നല്ല ഒരു വെറൈറ്റി പലഹാരമാണെന്നൊക്കെ പറഞ്ഞ് അവർക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് കുറച്ച് മധുരമൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാകും. നമ്മൾക്ക് മധുരമൊന്നും ഞാനിപ്പോൾ മധുരമൊന്നും ഇടാതെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് മുതിർന്നവർക്കൊക്കെ മധുരം ഇടാതെ ഉണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. കുട്ടികൾക്ക് കൊടുക്കണമെങ്കിൽ അതിനകത്ത് നിന്ന് കുറച്ച് മാറ്റി കുറച്ച് മധുരമൊക്കെ ഇട്ട് കുറച്ച് നെയ്യൊക്കെ ഇട്ട് ഇതുപോലെ ഉരുട്ടി ആവി കയറ്റി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇഷ്ടപ്പെടും. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ പലഹാരങ്ങൾ വാങ്ങിച്ച് കൊടുക്കുന്നതിനെക്കാട്ടിയൊക്കെ ഒത്തിരി നല്ലതല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ ഉരുട്ടിയ സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ചു. ഇനി നമ്മൾക്ക് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഗ്യാസ് കത്തിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് വേണ്ട, ഒരു 6-7 മിനിറ്റ് മതി. പെട്ടെന്ന് ആവി കയറി കണ്ടോ. ഒരു 7 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കി. നമ്മളുടെ ഉരുളകളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. നല്ല കളറല്ലേ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പം ഞാനത് ആറാനായിട്ട് മാറ്റി വെച്ചു.
കണ്ടോ. ഇനി ഞാനത് ആറാനായിട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ ഞാൻ ഗ്യാസ് അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് കടുകിട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. കടുക് കുറച്ച് കൂടുതലിടുന്നത് നല്ലതാണ്. 1 ടേബിൾ സ്പൂണോളം കടുക് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം അതും കൂടി ഇട്ട് കൊടുത്തു. ഇപ്പം നമ്മുടെ കടുകും ജീരകവും ഒക്കെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഞാൻ 10 ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇടുന്നതാണ് കേട്ടോ ഏറ്റവും ടേസ്റ്റ്. ചെറിയ ഉള്ളി 10 എണ്ണം, വലിയ 10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ് അതങ്ങ് ഇട്ട് കൊടുത്തു. നമ്മൾ ചെറിയ ഉള്ളി ഇല്ല എങ്കിൽ സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം, എന്നാലും ചെറിയ ഉള്ളി തന്നെയാണ് നല്ല ടേസ്റ്റ്. അതോടൊപ്പം 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് 2 തണ്ട് കറിവേപ്പില, ഇതുപോലെ 2 തണ്ട് കറിവേപ്പില അതിലേക്ക് ഊരിയിട്ട് കൊടുത്തു. അതിനുശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് 2 പച്ചമുളക്, നമ്മുടെ വീട്ടിലുണ്ടായ പച്ചമുളകാണ് കേട്ടോ, 2 എണ്ണം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. 2 എണ്ണം ഇതുപോലെ ഇട്ട് കൊടുത്തു. ഇച്ചിരി എരിവൊക്കെ വേണമല്ലോ, ഇച്ചിരി എരിവ് നമ്മൾക്ക് കുട്ടികൾക്ക് കഴിക്കാനാണെങ്കിൽ അതിനകത്തുനിന്ന് കുറച്ച് മാറ്റി മധുരം ഇട്ട് ഇതുപോലെ ഒന്ന് ആവി കയറ്റി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. അതോടൊപ്പം തന്നെ ഞാൻ അതിലേക്ക് 4 വറ്റൽ മുളക് ഒന്ന് ചെറുതായിട്ട് കഷ്ണിച്ച് ഇട്ട് കൊടുത്തു. ഇത്രയും മതി. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം. ഒത്തിരി ഗോൾഡൻ കളറൊന്നും ആകണ്ട, ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതി. ഇപ്പോൾ അത് നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റായി, നമ്മുടെ പച്ചമുളകൊക്കെ ഒന്ന് വാടി, കറിവേപ്പിലേക്ക് ഒന്ന് വാടി, അതുപോലെ തന്നെ നമ്മുടെ വറ്റൽ മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾക്ക് ഇതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പോളം തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുത്തു. തേങ്ങ എത്രയോ ചേർക്കാവോ അത്രയും ടേസ്റ്റാണല്ലോ. ഞാനിപ്പോൾ 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിട്ട് കഴിഞ്ഞ് 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇപ്പോൾ 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ തേങ്ങയൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് ഗോൾഡൻ കളറൊന്നും ആകണ്ട, ഈ ഒരു രീതിയിലായാൽ മതി. ഇപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ തേങ്ങ ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ബോൾസ് ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ബോൾസ് ഇട്ട് കൊടുത്തു. കണ്ടോ നമ്മളുടെ സ്റ്റീമർ കണ്ടോ, എന്നിട്ടത് ഇങ്ങനെ മടക്കി നമുക്ക് വയ്ക്കാം. അതാണ് അതിൻ്റെ ഒരു ഉപയോഗം. അതിനുശേഷം നമുക്കതെല്ലാം കൂടി ഇളക്കി യോജിപ്പിക്കാം. നമ്മളുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ ടേസ്റ്റായിട്ടുള്ള, ധാരാളം മിനറൽസ് അടങ്ങിയിട്ടുള്ള നമ്മളുടെ മുത്തുമണി കൊഴുക്കട്ടയെന്നോ ബീട്രൂട്ട് കൊഴുക്കട്ടയെന്നോ എനർജി ബ്രേക്ക്ഫാസ്റ്റ് എന്നോ എന്ത് വേണേലും വിളിക്കാവുന്ന രീതിയിലുള്ള നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കിയാൽ നമ്മൾ ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റായിട്ട് പല തവണയും ഇത് ഉണ്ടാക്കി കഴിക്കും. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഒരു സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടോ, ഒരു വെറൈറ്റി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെയൊക്കെ വെറൈറ്റി ആയിട്ട് ഓരോ ദിവസവും മാറി മാറി ഉണ്ടാക്കുമ്പോഴേ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് വളരെ ഹെൽത്തിയുമാണ് ഇങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ. നമ്മളിതിനകത്ത് ധാരാളം എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല, നമ്മൾ സ്റ്റീം ചെയ്താണ് എടുത്തത്. അതും നമ്മൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ ബീട്രൂട്ടും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയും വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിന് വളരെ ഹെൽത്തിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കാതിരിക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ നിങ്ങൾ പറയണം.
നമ്മുടെ കുട്ടികൾക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മധുരം ഇട്ട പകുതി ഇതുപോലെ മുളകൊക്കെ ഇടാതെ ഇതുപോലെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും വളരെ ഇഷ്ടപ്പെടും. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്ന പലഹാരത്തിനേക്കാളൊക്കെ ഒത്തിരി നല്ലതല്ല ഇത്, വളരെ ടേസ്റ്റിയുമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിനും വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ അവരുടെ വളർച്ചയ്ക്കൊക്കെ ഒത്തിരി നല്ലതാണല്ലോ ബീട്രൂട്ട്. അപ്പോൾ എല്ലാവരും ബീട്രൂട്ട് കൊണ്ട് ഒരു ബീട്രൂട്ട് മതി അത് ഇതുണ്ടാക്കാനായിട്ട്. ഓക്കെ, ബൈ.